ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരുപാട് സമയമൊന്നും ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും ഈ ഒരു പാലപ്പത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കുക. ഞങ്ങൾ സാധാരണ ഒരു പാലപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തലേ ദിവസം തന്നെ അരച്ചെടുക്കലേ. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, എന്തായാലും നാളെ രാവിലെ എനിക്കൊന്ന് പാലപ്പം കഴിക്കണം എന്നുള്ളൊരു ബുദ്ധിയുണ്ട് ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി ഈ ഒരു ബൗളിലേക്ക് ഞാനിതാ 2.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയില്ല, ആ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു 3-4 തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു പച്ചരി കുതിർത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3-4 തവണയായിട്ട് കഴുകിയെടുത്ത പച്ചരി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഈ 2.5 കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ചാക്കരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. പൊന്നി അരിയില്ല, അതാണ് പൊന്നിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2.5 കപ്പ് പച്ചരിക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരവതി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സെയിം അളവിൽ, അതായത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ നിറച്ചും തന്നെ ഒരു തേങ്ങ ചിരവതി കൂടി ചേർത്ത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് വിചാരിക്കുമ്പോൾ തന്നെ ഒരു പാലപ്പം കഴിക്കാൻ പറ്റും. കാരണം ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിന് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ ഞങ്ങൾ ഒരു പാലപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ 8 മണിക്കൂർ ആദ്യം തന്നെ അരി കുതിർത്തെടുക്കണം. പിന്നെ അത് നന്നായി കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അതിനൊന്ന് അരച്ചെടുത്ത് വീണ്ടും അതിനൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാനിത് തേങ്ങയുടെ വെള്ളമില്ല, ഈ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് പുളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് അവിടെ പുളിക്കാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലപ്പത്തിൻ്റെ അരി ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് തലേദിവസം രാത്രിയാണല്ലോ ഇതൊക്കെ ഒന്ന് കുതിർത്തി വെച്ചത്. എന്തായാലും ഞാനിപ്പോൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു അരിയും അതുപോലെ തന്നെ ചോറും പച്ചരിയൊക്കെ ഒന്ന് നന്നായിട്ട് നല്ലൊരു പുളിപ്പ് രസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം ഒന്നും ഞാൻ അരച്ച് വെച്ചിട്ടില്ല. രാവിലെ എന്തായാലും ഒരു 8:30 മണിയാകുമ്പോഴേക്കും ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ 7 മണിയായിട്ടുണ്ട്. ഇനി ഒരു പാലപ്പത്തിനുള്ള അരിയൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് തേങ്ങയും ചോറും പച്ചരിയൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ല പുളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയുടെ വെള്ളം, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ടില്ല. വെള്ളം പോരെങ്കിൽ ഞങ്ങൾ കുതിർത്തെടുത്തില്ല ആ ഒരു വെള്ളമില്ല, അതൊഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ തന്നെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഫൈനായിട്ട് തന്നെ ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഞാനിത് പാലപ്പത്തിൻ്റെ അരി ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം വലിയ പാത്രത്തിൽ തന്നെ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുതിർത്തെടുത്ത വെള്ളം അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളമില്ല, അത് മാത്രം ചേർത്ത് കൊടുത്താലും മതിയെ. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുതിർത്തെടുത്ത വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരുപാടൊന്നും അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ തേങ്ങയുടെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക്
ഒരു 2.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറിലിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ തന്നെ തേങ്ങയുടെ വെള്ളത്തിൽ പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ഒന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ടാണല്ലോ ഈ ഒരു അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് സമയമൊന്നും ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ഒരാവശ്യമില്ല. പാലക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിനൊരു 1 മണിക്കൂർ നേരമാണെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാൻ ഇത്ര ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതെന്ന് വെച്ചാൽ മക്കൾക്ക് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാമെന്ന് വെച്ചാൽ 8-9 മണിയാകുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഫുഡ് റെഡി ആവേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ പാലപ്പത്തിൻ്റെ ഈ ഒരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പാലപ്പത്തിൻ്റെ ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഒരുപാട് ടൈമൊന്നും ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഈ ഒരു പാലപ്പത്തിന് ഇങ്ങനെ ഒരു ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ഒരു പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. അപ്പച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മാത്രം പാലപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു ബബിൾസൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റ് ചേർത്തിട്ടില്ല, അതുപോലെ അപ്പക്കാരം ചേർത്തിക്കില്ല. അങ്ങനെ പുളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമും മാറ്റി വെച്ച് കൊടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.